ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക അത് സംബന്ധിച്ചാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. ഒന്ന്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളുടെ നടുവിലാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ചിന്തിച്ചത്. സ്മുർണയിലെ സഭ വിവിധ പീഡകളിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ പറഞ്ഞു. സ്മുർണയിലെ ബിഷപ്പായിരുന്നു പോളികാർപ്പോസ്. പോളികാർപ്പോസ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ ഭക്തനായ, വളരെ വിശുദ്ധനായ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം സ്മുർണയിലെ 12ാമത്തെ രക്തസാക്ഷിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ജീവനോടെ കത്തിക്കാനായിട്ട് ചെമ്പുകൊണ്ട് നിർമ്മിച്ച വലിയ ഒരു ചാളയിൽ അത് പഴുപ്പിച്ച് അതിനകത്തേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. എന്നാൽ അതിൽ ചെന്ന് വീണ അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. അവർ ജ്വലിച്ചു പോകും, ജ്വാലയായി മാറുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അങ്ങനെ സംഭവിക്കാതെ വന്നപ്പോൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കടാര കൊണ്ട് കുത്തി കീറി. ആ സമയത്ത് പോളികാർപ്പോസിൽ നിന്ന് ഒരു പ്രാവ് പറന്നുപോയി അവരെല്ലാവരും കണ്ടു എന്നൊക്കെയാണ് പോളികാർപ്പോസിന്റെ മരണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോളികാർപ്പോസ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം ഒരു ബോട്ടിലാക്കി പ്രത്യേക സ്ഥാനത്ത് വയ്ക്കുകയും സഭയൊന്നടങ്കം രക്തസാക്ഷികളെ സ്മരിക്കുമ്പോൾ, വിശുദ്ധന്മാരായി മരിച്ചുപോയവരെ ഓർക്കുമ്പോൾ പോളികാർപ്പോസിന്റെ മരണത്തെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച് ജീവൻ വെച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് എഴുത്തുകളിൽ നമ്മൾ കാണുന്നത്. ഇതാണ് പിൽക്കാലത്ത് ഇന്ന് നല്ലൊരു വ്യവസായമായി മാറിയത്. ഇന്നിപ്പോ ഇത് നല്ലൊരു വരുമാന മാർഗമാണ്. എവിടുന്ന് എങ്കിലും എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് തിരുശേഷിപ്പായി പ്രഖ്യാപിച്ച് അതുകൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പരിണമിച്ചതിൻ്റെ മൂല കാരണം അവിടെയാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തുമാകട്ടെ, നമ്മൾക്ക് ദൈവവചനം തന്ന പ്രകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അങ്ങനെ പോളികാർപ്പോസ് സ്മുർണയിലെ സഭയുടെ പീഡനത്തിന്റെ ഏറ്റവും മൂർത്തഭാവമായി നിൽക്കുകയാണ്. അതിന്റെ 10-ാം വാക്യത്തിന്റെ അവസാനം, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അതിന് 10 ദിവസം നിങ്ങൾക്ക് പീഡയുണ്ടാകും എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നതിനെ കുറിച്ച് വേദ പഠിതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. കഠിനമായ പീഡകളിലൂടെ സഭ കടന്നു പോയപ്പോഴും കേവലം 10 ദിവസത്തെ കഷ്ടതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, AD 64 മുതൽ AD 310 വരെ എന്ന് പറഞ്ഞാൽ നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ
ഡയോക്ലീഷ്യൻ ചക്രവർത്തി വരെ നടത്തിയ 10 തരത്തിലുള്ള പീഡകളാണ് ഇവിടെ പറയുന്ന പീഡകൾ എന്ന് ചില വേദശാസ്ത്ര പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. വേറെ ഒന്ന്, ഡയോക്ലീഷ്യന്റെ കാലത്ത് മാത്രം സംഭവിച്ച 10 ദിവസത്തെ തുടർച്ചയായ പീഡകളെ കുറിച്ച് ആണ് എന്നും അവകാശപ്പെടുന്നത്. എന്തുമായിക്കോട്ടെ, ഏതായിരുന്നാലും സഭ വലിയ പീഡനത്തിലൂടെ കടന്നുപോയ കാലയളവായിരുന്നു ആ സാഹചര്യങ്ങൾ. പക്ഷെ അവിടെ സഭകൾക്ക് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ്, ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം കൊടുക്കും. നമ്മൾ 6 കിരീടങ്ങളെ കുറിച്ച് പഠിച്ചു. 5 കിരീടങ്ങൾ പ്രവൃത്തികൾക്കും 1 കിരീടം പൊതുസ്വത്തായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ 6 കിരീടങ്ങൾ അതില് കഷ്ടം സഹിക്കുന്നവർക്കുള്ളതാണ് ജീവകിരീടം. കർത്താവിന്റെ നാമത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോ, പീഡകൾ അനുഭവിക്കേണ്ടി വരുമ്പോ, ജീവൻ കൊടുക്കേണ്ടി വരുമ്പോ, യെശയ്യാവ് 40:10 പറയുന്നത് പോലെ നഷ്ടപരിഹാരവും പ്രതിഫലവും അവൻ നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കാലയളവിനെ 170 മുതൽ 312 വരെയുള്ള കാലങ്ങളെ സ്മുർണ കാലയളവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭരണകർത്താക്കൾ സഭയെ പീഡിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ കാലം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്മുർണ സഭ, അതിന്റെ അവസാനം നിങ്ങൾ കണ്ടല്ലോ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരില്ല. എന്താണ് ഈ 2ാം മരണത്താൽ ദോഷം വരില്ല? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീ പൊയ്കയത്രേ 2ാം മരണം. അവർക്ക് 2ാം മരണത്താൽ ദോഷം വരില്ല എന്ന് പറയുമ്പോ അവർക്ക് അഗ്നി നരകത്തിന് അവർ പങ്കാളിയാകില്ല എന്നാണ് അതിന്റെ അർത്ഥം. 2ാം മരണത്താൽ, അതിന് 2ാം മരണം എന്ന് പറയുന്നു. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിച്ച് സമയം കളയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. 1ാം മരണം എന്ന് പറയുന്നത് നമ്മൾ പാപത്തിൽ വീണപ്പോൾ ആത്മാവിന് സംഭവിച്ച മരണമാണ്. 2ാം മരണം എന്ന് പറഞ്ഞാൽ നിത്യമരണമാണ്. എന്നേക്കുമായി അഗ്നി നരകത്തിലേക്ക് തള്ളിക്കളയപ്പെടുന്നതിനെയാണ് 2ാം മരണം എന്ന് വേദപുസ്തകം വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്കുള്ളത് ശാരീരികമായ മരണമുണ്ട്. മരണം എന്ന് പറയുന്നത് വേർപാട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ശാരീരികമായ മരണമുണ്ട്, അത് നിത്യമല്ല. ഉയർക്കാനുള്ള ഒരു വേർപാടാണ്. ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്നതാണ് ശാരീരിക മരണം. 3ാമത്തെ സഭയുടെ ദൂതന് എഴുതുക. ഏതാണ്? പെർഗേമോസിലെ സഭയുടെ ദൂതന് എഴുതുക. പെർഗേമോസിലെ സഭയ്ക്കുള്ള ദൂത് 3:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് പെർഗേമോസിലെ സഭയ്ക്കുള്ള ദൂത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യ മൈനറിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന മൈസിയ എന്ന് പറയുന്ന പ്രവിശ്യയുടെ തലസ്ഥാന നഗരമായിരുന്നു പെർഗമോസ്. വിവാഹിത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സത്യമണവാളനായ
ക്രിസ്തുവിന് വേണ്ടി വിവാഹാർത്ഥം പ്രതിശ്രുത വധുവായിരുന്നു പെർഗേമോസിലെ സഭ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പ്രതിശ്രുത വധുവായിരുന്നു പെർഗേമോസിലെ സഭ. എന്നാൽ ആ സഭ നിശ്ചിത സമയത്ത് കർത്താവിന് വിവാഹം ചെയ്യപ്പെടും മുമ്പ് എന്ത് സംഭവിച്ചു? ഈ ലോകത്തിന്റെ പ്രഭുവിന് വിവാഹം ചെയ്തു കൊടുത്ത സംഭവങ്ങളാണ് ഇവിടെ പെർഗേമോസിലെ സഭയുടെ കുറവുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ പ്രഭുവായ സാത്താന് വിധേയപ്പെട്ടു പോയ, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പെർഗേമോസ് സഭ പിശാചിന് വേണ്ടി ഇടം കൊടുത്തുപോയി. എന്നാണ് വിവാഹം നടക്കേണ്ടത്? കർത്താവ് മധ്യാകാശത്ത് വരുമ്പോഴാണല്ലോ. അവിടം വരെയും പിടിച്ചു നിൽക്കാനുള്ള പ്രാപ്തിയില്ലാതെ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താന് മൊഴി മാറ്റി പറഞ്ഞ് തീരുമാനങ്ങൾ മാറ്റി, വഴി മാറി, ഗതി മാറി, സമർപ്പണം മാറി, ഉടമ്പടി തെറ്റിച്ച് പിശാചിന് അടിമപ്പെട്ടു പോയ കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പെർഗേമോസ് എന്ന് പറയുന്നത് വളരെ വിജ്ഞാനത്തിന്റെയും മതപരമായ ഒരു തീവ്ര കേന്ദ്രമായിരുന്നു പെർഗേമോസ്. മതപരമായ ജ്ഞാനത്തിന്റെ ഒക്കെ കേന്ദ്രമായിരുന്നു. അലക്സാണ്ട്രിയയിലെ ലൈബ്രറി കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ആ കാലത്ത് പെർഗേമോസിലായിരുന്നു. അത്രമാത്രം ലൈബ്രറി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വായനക്കാർ വർദ്ധിക്കുക എന്നാണ്. വായനക്കാർ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം വർദ്ധിക്കുക എന്നാണ്. അപ്പൊ അത്രമാത്രം അറിവും പരിചയമുള്ള വൈജ്ഞാനികമായ ഒരു സഭയായിരുന്നു പെർഗേമോസ് സഭ. ഏകദേശം 2 ലക്ഷത്തോളം ചുരുളുകളായിരുന്നു ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെയുള്ളവർ ആരാധിച്ചിരുന്ന മൂർത്തി എസ്കലോപൈസ് എന്ന ദേവന്റെ വിഗ്രഹം ആയിരുന്നു പെർഗേമോസിലെ മൂർത്തി. അത് ഒരു പാമ്പിന്റെ ആകൃതിയിലായിരുന്നു അത് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതാണ് നമ്മൾ പെർഗേമോസിലെ സഭയെ കുറിച്ച് പഠിക്കുമ്പോ സാത്താൻ പാർക്കുന്നിടത്താണ് നിങ്ങൾ പാർക്കുന്നതെന്ന് എനിക്കറിയാം. പെർഗേമോസിലെ സഭയെ കുറിച്ച് കർത്താവ് അറിയുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: നീ സാത്താൻ പാർക്കുന്നിടത്ത് പാർക്കുന്നു എന്ന്, സാത്താന്റെ സിംഹാസനമുള്ളിടം എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. 13-ാമത്തെ വാക്യം, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പഴയ നിയമത്തിൽ നിന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഷൈനി വായിച്ചപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗിദെയോന്റെ വീട്ടിലെ കാളകളിൽ ഇളയ കാളയെ യാഗം കഴിക്കണമെന്ന്. ഗിദെയോന്റെ തൊഴുത്തിലെ ഇളയ കാളയെ പോലും അറിയാവുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ഡിവൈസിലിരിക്കുന്ന നമ്മളൊക്കെ പാർക്കുന്നത് എവിടെയാണെന്ന് അവൻ അറിയാം.
പെർഗേമോസിലെ സഭ പാർക്കുന്നത് സാത്താൻ പാർക്കുന്നിടത്താണ് പാർക്കുന്നത്. സാത്താന്റെ സിംഹാസനമുള്ളിടത്താണ്. ഇവിടെയുള്ള നമ്മളുടെ ആരുടെയെങ്കിലും വീട് സാത്താന്റെ സിംഹാസനമുള്ളിടത്തുണ്ടോ? നമ്മളാണ് നമ്മുടെ വീട് സാത്താന്റെ സിംഹാസനമാക്കി മാറ്റുന്നത്. നമ്മൾ സാത്താനെ അതിനകത്ത് കുടിയിരുത്തുകയാണ്. സ്റ്റാച്യു ഒന്നും ആയിട്ടല്ല, സാത്താന്റെ എല്ലാ പരിപാടികളും നമ്മുടെ വീട്ടിലേക്ക് ആവഹിക്കുകയാണ്. വഴക്ക്, വെറുപ്പ്, തമ്മിത്തല്ല്, ലഹള, സംശയം, പിന്നെ ഭീഷണി, ഒച്ചപ്പാട്, ഈ കാര്യങ്ങളെല്ലാം ദുരാത്മാവിന്റെ, പിശാചിന്റെ ഉൽപ്പന്നങ്ങളാണ്. കുറ്റം പറച്ചിൽ, നുണ, ഏഷണി, ഇതെല്ലാം നമ്മുടെ ഒരു കൂടാരത്തിന്റെ സറൗണ്ടിങ്സിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അവനുള്ള ആധിപത്യവും അവനുള്ള ഇടവും കൊടുക്കുകയാണ്. ഏത് ഡിസ്ഗ്രേസ്ഡായിട്ടുള്ള സ്ഥലത്തും പാർക്കാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ദൈവമക്കൾ മാത്രമാണ്. ചിലർ പറയും ഇവിടെ പാർക്കാൻ കൊള്ളൂല, ഈ വീട്ടിൽ കിടക്കാൻ കൊള്ളൂല, ഈ വീട്ടിൽ പാർക്കാൻ കൊള്ളില്ല, ഇവിടെ സർപ്പക്കാടുണ്ടായിരുന്ന സ്ഥലമാണ്, ഇവിടെ കിടക്കാൻ കൊള്ളൂല, ഇവിടെ ആത്മഹത്യ നടന്ന സ്ഥലമാണ്, ഇവിടെ കിടക്കാൻ കൊള്ളില്ല. ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഒന്നാണ്, നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു മക്കളെ എന്ന് പറയുന്ന ഒരു യേശു അപ്പച്ചനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 5 പേരിൽ രക്ഷാനിർണയം പ്രാപിച്ചതും കർത്താവിനെ സ്നേഹിക്കുന്നതും നീ മാത്രമായിരിക്കും. നമ്മൾ ഒരാൾ മാത്രമായിരിക്കും. ബാക്കി 4 പേർക്കും പ്രാർത്ഥനയില്ല, ബാക്കി 4 പേർക്കും ദൈവ ആരാധനയില്ല, അവർക്ക് ദൈവ ഭയമില്ല. ആ 4 പേരാണ് അവിടുത്തെ ഭൂരിപക്ഷം. നമ്മൾ നിന്ദിക്കപ്പെടും, നമ്മൾ നിരോധിക്കപ്പെടും, നമുക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, വചനം പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു കൂട്ടായ്മയ്ക്ക് പോകാൻ കഴിയാതെ വണ്ണം നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെടും. ഞാൻ പറയട്ടെ, നീ എവിടെ പാർക്കുന്നു എന്ന് നിന്റെ കർത്താവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയില്ലാത്ത വീട് സാത്താന്റെ സിംഹാസനമുള്ള വീടാണ്. ആരാധനയില്ലാത്ത വീട് സാത്താൻ പാർക്കുന്ന കൂടാരമാണ്. ദൈവാശ്രയവും ദൈവ സ്നേഹവുമില്ലാത്ത ഭവനം സാത്താന്റേതാണ്. ഞാനിത് പറയുമ്പോഴെപ്പോഴും ഓർക്കും, വയനാട്ടിലെ ഒരു ഭവനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭവന സന്ദർശനം നടത്തി ഞങ്ങള് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വീട് 2ാം നിലയിലെ പോർച്ചിലേക്ക് കാർ ഓടിച്ച് കയറിച്ചല്ല. അത്രമാത്രം വലിയ ഭവനം. ആ വീട്ടിൽ ആർക്കും അങ്ങനെ എൻട്രൻസ് ഇല്ല. ഞങ്ങൾക്ക് എങ്ങനെയോ ഒരു അബദ്ധത്തിൽ എൻട്രൻസ് കിട്ടിയതാ. ആ വീട്ടിലെ വീട്ടുകാരനും ആ വീട്ടിലെ പണിക്കാരിയുമായിട്ടാണ് ബന്ധം. ആ വീട്ടിലെ ഉടമസ്ഥ വീട്ടു തടങ്കലിലാണ്. ഒരു ജയിലറ പോലെ ഒരു മുറിക്കകത്ത് അവരെ ഇട്ടിരിക്കുക. പുറമെ കണ്ടാലൊന്നും കുഴപ്പമില്ല. അവരുടെ കണ്ണിന്റെ മുമ്പിലാണ് ഇവരുടെ തോന്നിവാസങ്ങളെല്ലാം. സ്വന്തം ഭാര്യയുടെ കണ്ണിന്റെ മുൻപിൽ. ദൈവമക്കളെ,
ഇതൊരു കുടുംബത്തിന്റെ സ്ഥിതിയല്ല. എത്രയോ കുടുംബങ്ങളെ പിശാചിന്റെ അധികാരത്തിന് കീഴിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ സാത്താന്റെ സിംഹാസനങ്ങളായി മാറാതിരിക്കാൻ ഈ ഡിവൈസിലിരിക്കുന്ന നമ്മൾ കർത്താവിന്റെ സന്നദ്ധിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കണം. 5 പേരുള്ള വീട്ടിൽ ഞാൻ ഒരാളെ ഉള്ളുവെങ്കിലും നമ്മൾ തകരില്ല, നമ്മൾ തളരില്ല. ആ 4 പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനുമാണ് എൻ്റെ കണ്ണിന് എൻ്റെ കർത്താവ് കാഴ്ച തന്നത് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് മാറ്റം വന്നുകൊള്ളണമെന്നില്ല, പക്ഷെ ആ മതിൽ വീഴും. നീ പ്രാർത്ഥിച്ചാർപ്പെടുമ്പോൾ ആ മതിൽ വീഴും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റൊരു നാൾ. പക്ഷെ നമ്മളുടെ വീട്ടിലെ വഴക്കുകൾക്കോ ഒച്ചപ്പാടുകൾക്കോ ഒന്നും നമ്മളൊരു കാരണക്കാരിയാകാതെ, അവർ വയലന്റ് ആകുമ്പോൾ നമ്മൾ സൈലന്റ് ആകുക. നാം ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയുക. സാത്താന്റെ സിംഹാസനങ്ങളെ തകർക്കുന്ന ശുശ്രൂഷയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്ത് സഹിഷ്ണുതയോടെ നിൽക്കാൻ. ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, ഞാൻ പാർക്കുന്നത് എവിടെയാണെന്ന് എൻ്റെ കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ള കുടുംബ സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നറിയാം. നമ്മൾ താമസിക്കുന്ന മണ്ണിനല്ല കുഴപ്പം, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനല്ല കുഴപ്പം, നമ്മളുടെ വീടിന്റെ 13-ാം നമ്പർ വീടിനല്ല കുഴപ്പം, അതിൽ പാർക്കുന്ന നമ്മൾക്കാണ് കുഴപ്പം. നമ്മളാണ് നമ്മുടെ ഭവനത്തെ സാത്താന്റെ സിംഹാസനമാക്കി മാറ്റുന്നത്. എവിടെയും പാർക്കാം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് എവിടെയും പാർക്കാം, എവിടെയും. അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. എവിടെയും പാർക്കാവുന്നവരാണ് നമ്മൾ. എവിടെ പാർത്താലും അവനത് അറിയുന്നു. എന്നെ അറിയുന്ന, ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയുന്ന, ഞാൻ താമസിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന, എൻ്റെ അരിഷ്ടതകൾ കാണുന്ന, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു യേശു അപ്പച്ചൻ എനിക്കുണ്ട്. ആ ദൈവത്തെ നമുക്ക് രാവിലെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ പാർക്കുന്നത് എവിടെയാണെന്ന് അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നീ പാർക്കുന്നത് എവിടെയാണെന്ന് ഞാൻ അറിയുന്നു. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? അതിന്റെ താഴെ, സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. ഈ 2 കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താണ്? പെർഗമോസിലെ സഭയുടെ പ്രത്യേകത, പാർക്കുന്നത് എവിടെയാണെന്ന് ദൈവം അറിയുന്നു. രണ്ടാമത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും വിശ്വാസം നിഷേധിക്കാത്തവളാണ് പെർഗമോസിലെ സഭ. നമുക്ക് അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ പിന്നാലെ പറയാം. ഇപ്പൊ ദൈവം അറിയുന്ന 2 കാര്യങ്ങൾ, പെർഗമോസിലെ സഭയെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ദൈവം അറിയുന്നു. ഒന്ന്, നീ പാർക്കുന്നത് എവിടെയാണ് എന്നറിയുന്നു. 2, അന്തിപ്പാസിനെ കൊന്ന കാലം. ഞാൻ ആ കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാലത്ത് പോലും വിശ്വാസം ത്യജിച്ചില്ല എന്നുള്ളതും എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ അത്ര രൂക്ഷമായ കാലമായിരുന്നു ആ കാലയളവ്. അന്തിപ്പാസ് 54 മുതൽ AD 54 മുതൽ 68 വരെ ജീവിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു അന്തിപ്പാസ്. അന്തിപ്പാസിനെ പുറജാതി പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ, നീറോ ചക്രവർത്തിയുടെ കാലത്ത് അർത്തേമിസ് ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി അന്തിപ്പാസിനെ.
വലിച്ചുകൊണ്ട് പോയിട്ട് അഗ്നിഗോളമായിരുന്ന ചുട്ടുപഴുത്ത പാത്രത്തിലേക്ക് ജീവനോടെ എറിഞ്ഞ് അർത്തേമിസ് ദേവിക്ക് ബലിയർപ്പിച്ചു. ജീവനോടെ അന്തിപ്പാസിനെ. നമ്മുടെ നാട്ടിലെ അടിയും പിടിയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളൂ. അതിലും വലുത് പറയുക ഇരിപ്പുണ്ട്. പക്ഷെ ആ കാലത്ത് പോലും വിശ്വാസം ത്യജിച്ചില്ല. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആയിരക്കണക്കിന് ആത്മാക്കളെ അഗ്നിക്കിരയാക്കി ജീവനോടെ പൊതിഞ്ഞു കെട്ടി മൃഗത്തിന്റെ തോലിനകത്ത് ജീവനോടെ പൊതിഞ്ഞു കെട്ടിയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് നമുക്കറിയാം, ഏകദേശം 10 മീറ്റർ അകലത്തില് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴിയുടെ 2 സൈഡിലും കിടത്തി ജീവനോടെ, ശേഷം ഒലിവെണ്ണ ഒഴിച്ച് ജീവനോടെ കത്തിക്കുമ്പോ അതിന്റെ നടുവിലൂടെ രഥം ഓടിച്ചു പോയി അട്ടഹസിച്ച് ചിരിക്കുന്നവനായിരുന്നു നീറോ. നമുക്ക് കാണാം അവരെയൊക്കെ. ഒരു നാളിൽ നമ്മുടെ കർത്താവ് വന്ന് തന്റെ ഭക്തന്മാരെ ചേർക്കുന്ന കാലത്ത് നാം അവനോടുകൂടെ കടന്നു ചെന്ന് നാം അവനോടുകൂടെ ഉയർത്ത്, അവരോടുകൂടെ ഉയർത്ത്, അവരോടുകൂടെ വിവാഹിതരായി കർത്താവിന്റെ മണവാട്ടിയായി നിത്യകൂടാരങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ലോകത്തിലെ കിരാതന്മാരും ക്രൂരന്മാരുമായ ഭരണകർത്താക്കൾ കത്തിച്ചു കളഞ്ഞ ഗ്രഹാസ്റ്റൈനെ പോലെ, തിമോത്തിയെ പോലെ അഗ്നിക്കിരയാക്കിയ ധാരാളം ഭക്തന്മാരെ നമുക്ക് കാണാം സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെല്ലാം നേരിട്ടാലും എന്തെല്ലാം സംഭവിച്ചാലും പിടിച്ച വിശ്വാസം കൈവിടരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ ലാഭനഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ രോഗസൗഖ്യങ്ങൾക്കനുസരിച്ചല്ല ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ കൊള്ളരുതാത്തവനായിരുന്നപ്പോൾ, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകും മുമ്പ് എന്റെ നിത്യതയ്ക്ക് വേണ്ടി കാൽവറിയിൽ ഒരു തുള്ളി രക്തം പോലും ബാക്കി വെക്കാതെ എന്നെ സ്നേഹിച്ച് ഊറ്റിപ്പുറക്കി തന്ന എന്റെ കർത്താവിനെ എനിക്ക് തിരിച്ചറിവായപ്പോൾ എന്റെ രക്ഷകനായി സ്വീകരിച്ചത് എന്റെ ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല. എന്നെ സ്നേഹിച്ചവനെ സ്നേഹിക്കാനേ എനിക്കറിയാവൂ. ജീവൻ തന്നവന് ജീവൻ കൊടുക്കാനേ നമ്മുടെ കയ്യിലുള്ളൂ. രക്തം തന്നവന് രക്തമല്ലാതെ എന്ത് മറുപടി കൊടുക്കാൻ? അതുകൊണ്ട് പെർഗമോസിലെ സഭയിലെ ത്യാഗം സഹിച്ചും പീഡയേറ്റും വിശ്വാസം പരിത്യജിക്കാതെ നിന്ന ആ സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.
നമ്മുടെ ആരുടെയെങ്കിലും ഉള്ളിൽ താമസിക്കുന്ന വീടിനെ കുറിച്ചോ, താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചോ, കിടക്കുന്ന മുറിയെ കുറിച്ചോ, ചൊവ്വാദോഷത്തെ കുറിച്ചോ, വെള്ളിദോഷത്തെ കുറിച്ചൊക്കെയുള്ള രാഹുവിനെ കുറിച്ചും മറ്റിതരങ്ങളായ അന്ധവിശ്വാസങ്ങൾ വേലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അറുത്തു മാറ്റി വിശ്വാസത്തിന്റെ കരമുയർത്തി യേശുവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. രണ്ടും കൂടി കൊണ്ടു നടക്കരുത്, രണ്ടും കൂടി വേണ്ട. ഒന്ന്, അത് ഞാൻ എവിടെ പാർക്കുന്നു എന്ന് അറിയുന്നവൻ അറിയാം എന്നെ സൂക്ഷിക്കാൻ, എന്നെ കരുതാൻ, എന്നെ പരിപാലിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.